അയ്യോ ചാറില്ല. അപ്പോൾ നമുക്ക് ശരി നല്ല ഇടക്കുണ്ട്. എന്ത് ഭംഗിയാണ് നോക്കി, എന്ത് രസമാണ് നോക്കി അവന്മാർ കഴിക്കുന്ന സീന്. അയ്യോ കഴിച്ചോടാ. അയ്യോടാ. അപ്പൊ ചേട്ടാ ഇവരെ നമ്മള് ഇന്നലെ നമ്മൾക്ക് കിട്ടിയ സാധനമാണ്. ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്നലെ ഹോസ്പിറ്റലല്ലോ, ബാങ്ക് കാര്യങ്ങൾ, മൊബൈല് കിണിയിൽ അങ്ങനെ ചടപടാന്നുള്ള പരിപാടിക്ക് പോയതുകൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പൊ ഇന്നലെ നമ്മൾ പിടിച്ചവിടെ കൂട്ടിലിട്ട സാധനമാണ്. ഒരു സാധനം കൊടുത്തിട്ടില്ല അവർക്ക്. അപ്പൊ ഇന്നലെ മുതൽ വിഷമിട്ടേ ഇരിക്കുകയാണ്. എന്താ സാധനം നോക്കിക്കോട്ടെ. 3 എണ്ണം കിട്ടിയാണ്. നമുക്ക് തുറക്കട്ടെ. എന്താടാ ഒരേ നിലവിളിയാണ് അവന്മാര്. ഇന്നലെ മുതൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ വേഗം പോയിട്ട് പിടിച്ചിട്ട് വന്നതാണ്. ഇന്ന് കൂട്ടിക്കൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുത്താലല്ലേ അവന്മാർ ശരിയാവുള്ളൂ. ഇല്ലെങ്കിലേ ഒയ്യോ ഇത് കാണിച്ചാൽ ചന്തക്കാരന്മാരെ അടാ. ഇതെന്താണിത്? ഇതാണ് നമ്മളെ ഇതാണ് നമ്മുടെ ടെക്ക് താറാക്കുട്ടികള്. 3 ആളിനെ നമ്മൾ മേടിച്ചതാണ്. അപ്പം നമ്മൾ 3 ആളെയും കൂടി അയ്യപ്പ ചാറില്ല അവന്മാർ ചാടാനുള്ള പരിപാടിയിലാണ്. അപ്പം ഇത് നമ്മുടെ അയ്യോ ചാറില്ല. ഇത് നമ്മുടെ വെള്ളത്താറാവാണ്. വെള്ളത്താറാവ് പറഞ്ഞാൽ നമ്മുടെ എനിക്കും അറിയില്ല, ഇച്ചിരി വലിയ ടൈപ്പ് താറാവാണ്. മറ്റേത് വന്നിട്ട് സാധാ താറാവാണ്. ഇത് 3ഉം ചേവലാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേതിൻ്റെ ആ 2 എണ്ണത്തിൻ്റെ കഴുത്തിൽ കൂടെ 2 വരയുണ്ട്. അപ്പോൾ അത് 2ഉം ആണാണ്. ഇത് ആണാണോ പെണ്ണാണെന്ന് അറിയില്ല. ഒരു വിശന്നിട്ടായിരിക്കും നിലവിളിക്കുന്നത്. പോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വരെ നമ്മുടെ കൂട്ടിൽ കൊണ്ടിടാൻ പോകണം. അടിയും കൊണ്ടിടാൻ മറ്റേ അതാണ് നല്ലത്. എന്നിട്ട് കുറച്ച് നമുക്ക് തിന്നാൻ കൊടുക്കാം. ഏറ്റവും അടിയിൽ കൂട്ടിലിട്ടാൽ പോരെ. നമ്മുടെ മുയലിനിട്ട കൂട്ടിൽ കൊണ്ടിടാൻ പോകണം. അതാകുമ്പോൾ ഒരു വിസ്താരമായിട്ട് അടിയിൽ കിടന്ന് കളിച്ചോട്ടെ. പെട്ടെന്ന് ഉമാരിന് വെളിയിൽ വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഉമാര് പുറകെ നമുക്ക് ഓടാൻ പറ്റില്ല. അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ശരി നല്ല ഇടക്കുണ്ട്. അപ്പൊ നമുക്ക് ഇവന്മാരെ കൂട്ടിക്കൊണ്ടുപോകാം. ഇവന്മാരെ വെളിയിൽ എടുക്കണം. വേണ്ട അവിടെ പോയിട്ട് നമുക്ക് എടുക്കാം. അവിടെ വെളിയിൽ അതോ ഒരാളെ എടുക്കണം. വേണ്ട അവിടെ പോയി എടുക്കാം അല്ലേ. അപ്പൊ ഇങ്ങനെ തന്നെ അപ്പൊ ഇവന്മാരുടെ നമ്മള് ഈ കൂട്ടിലോട്ട് ഇടാൻ പരിപാടി. നമ്മൾ മറ്റേ ഇവന്മാരൊക്കെ ഒരേ നിലവിളിയാണ്. അത് ഇവന്മാരെ നമുക്ക് ചോട്ടിലെ കൂട്ടിടാം. ഇതാണ് നമ്മുടെ ഒരാൾ. അയ്യോ അപ്പൊ അവന് ഇത് വേറെ ആള്. ഇത് നമ്മുടെ ആ ബ്രൂണോ നിലവിളിച്ച് ഒന്നും കേൾക്കുന്നില്ല. ഇത് നമ്മുടെ വേറെ. ഓക്കെ, ഇത് വേറെ ആള്. അടച്ചു വെച്ചിട്ടുണ്ട്. തൽക്കാലം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് തിന്നാൻ കൊടുക്കാം. അടിക്കണം. അപ്പം ചേട്ടായിമാരെ ഇവർക്ക് പഴങ്കഞ്ഞിയെ കിട്ടിയിട്ടുള്ളൂ. നമ്മുടെ കടയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഗോതമ്പ് തവിടില്ല, പൊടിയരിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വരണം. അപ്പം തൽക്കാലം നമ്മൾ കഴിക്കുന്ന വെള്ളച്ചോറ് നമ്മൾ കൊടുക്കാമെന്നുള്ള പരിപാടിയിലാണ്. അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. എൻ്റെ ചെരുപ്പ് അവിടെ നമ്മൾ അപ്പോൾ നമ്മൾ വെള്ളച്ചോറ് കൊടുക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. അവന്മാർ ഇന്നലെ മുതൽ ഒന്നും കഴിക്കാണ്ടിരുന്നിട്ടേ ഇല്ലടാമത്തെ വെള്ളച്ചോറ് ഇവിടെ വെള്ളച്ചോറ് കഴിക്കണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പന്മാരൊക്കെ പ്രശ്നക്കാരാണ്. ആ ബ്രൂണോയാണെങ്കിൽ നിലവിളിച്ചിട്ട് വേണ്ട ബ്രൂണോ അഴിച്ചു വിട്ട് കഴിഞ്ഞ് ഇപ്പം അങ്ങനെ ചാടി വന്ന മണ്ടം ബ്രൂണോ പോടാ.
അവൻ കൂട്ടിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഇവന്മാരിപ്പം മൊത്തം പ്രശ്നക്കാരാണ്. പോ 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 പോ. അയ്യോ പോടാ പോടാ. കയറ 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 വരുവാ. അയ്യോ ഇതിന് വേറെ രസം എന്താ ഉണ്ടായെന്നറിയോ? അയ്യോ ഒന്നും പറയണ്ട. അവന്മാരെ കൊണ്ടുള്ള ഇടപാട് 2 പിടിച്ച് കൊടുത്തു. ബാ ബാ. അയ്യോടാ പാത്രം കൊള്ളില്ല. ബാ ബാ ബാ. ശേടാ മണ്ടത്തരം പറ്റി. കാര്യമായിട്ട് പാത്രമൊക്കെ എടുത്തിട്ട് വന്നു. ഇതിപ്പോൾ നോക്കുമ്പോൾ ഉള്ളി കൊള്ളാതെ അങ്ങനെ കൂട്ടിക്കൊള്ളുക. അപ്പം ഇനി എന്ത് ചെയ്യാമെന്നറിയോ? നമുക്കിതിന് വേറെ പാത്രത്തിൽ കൊട്ടിയിട്ട് ഈ പാത്രം ഉള്ളിലേക്ക് കയറ്റിയിട്ട് കൊട്ടിക്കൊടുക്കാം അല്ലേ? ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ലല്ലോ. തൽക്കാലം വീണ്ടും അടച്ച് വെക്കുന്നു. നമ്മൾ വേറെ പാത്രത്തിൽ കൊട്ടാൻ പോവാണ്. ഈ പാത്രത്തിൽ കൊട്ടട്ടെ, ഒഴിക്കട്ടെ. ഇതിലും കൊള്ളൊന്നുമില്ല. കുഴപ്പമില്ല. ചോറ് നമുക്ക് ചരിച്ച് കയറ്റാമല്ലോ. വെള്ളം മാത്രം നമുക്ക് ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചരിച്ച് നമ്മൾ ഉള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. എന്നിട്ട് ഈ വെള്ളം നമുക്ക് അതേപോലെ ഒഴിച്ചു കൊടുക്കാം. വാടാ വാടാ വാടാ. കഴിച്ചോ വാ. ഈ ചോറ് കഴിക്കുമെന്തോ ഈശ്വര. ഇനി തവിടും ഇതൊക്കെ തിന്നതാണ് ഞങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുമെന്തോ. കഴിച്ചോ വാ 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 വാ. കഴിച്ചോ കഴിക്കി. അവന്മാർ കഴിക്കാൻ വരുന്നില്ലല്ലോ. പേടിച്ചിട്ടായിരിക്കുമോ? ഈശ്വര, അവന്മാർ പേടിച്ചിട്ട് കഴിക്കാൻ വരുന്നില്ല. എന്തായാലും കഴിക്കാതിരിക്കില്ല. ബാ ബാ ബാ. കഴിച്ചോ വാ 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 വാ. പാടാ. നമുക്ക് അടച്ചു വയ്ക്കാം. അല്ലെങ്കിൽ ഇവന്മാർ നമ്മൾ വരുമ്പോഴേക്ക് കഴിച്ചോട്ടോ. ഇവിടെ മാറി വന്നു കഴിഞ്ഞപ്പോൾ അവന്മാർ കഴിക്കാൻ തുടങ്ങിയിട്ടാ. പാവങ്ങൾ ഇന്നലെ പോലൊന്നും കഴിക്കാൻ കിട്ടാണ്ട് അവന്മാർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി വിശാലമായിട്ട്. അവന്മാർ കഴിക്കുന്ന സീൻ നോക്കിയേ. അയ്യടാ പാവങ്ങൾ ഇന്നലെ മുതൽ ഒന്നും കിട്ടാത്തോണ്ടേ. എന്ത് ഭംഗിയാണ് നോക്കി, എന്ത് രസമാണ് നോക്കി അവന്മാർ കഴിക്കുന്ന സീന്. അയ്യോ കഴിച്ചോടാ. ഇന്നലെ മുതലൊന്നും കിട്ടാതിരിക്കുന്നതല്ലേ. കഴിച്ചോട്ടോ. നമ്മുടെ മുയലിനെയൊക്കെ വിട്ട് നമ്മൾ മുയലിൻ്റെ കൂടാണ്, അടിയിൽ കൂട്. അപ്പോൾ അതിപ്പോൾ ഇവന്മാർക്ക് ഉപകാരമായി എന്ന് പറയാനേ പറ്റുള്ളൂ. നമുക്ക് 2 കളർ ചേവൽ താറാവും 1 വെള്ളത്താറാവിനെയും കിട്ടിയാണ്. ഇന്നലെ നമ്മുടെ അയ്യൻകുളത്ത് നിന്ന് നമുക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ അവന്മാർ നല്ല സന്തോഷത്തിൽ കുടിക്കുകയാണ്. ഇന്നലെ രാവിലെ അവിടെ കടയിൽ വെച്ചിട്ട് പോയതായിരുന്നു. ഇത്ര നേരം ഒരു സാധനം കിട്ടിയിട്ടില്ല അവന്മാർക്ക്. അപ്പോൾ കൊണ്ടുവന്നുകൊണ്ട് വേഗം എന്തെങ്കിലും കൊടുക്കട്ടെ എന്നുകൊണ്ട് വന്നാണ്. ഇനിയിപ്പോൾ അവന്മാർ കുറച്ച് പൊടിയരി, കുറച്ച് തവിടൊക്കെ മേടിച്ചിട്ട് വരണം അടുത്ത നെക്സ്റ്റ് കൊടുക്കാൻ നമുക്ക്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ അവന്മാർ കഴിക്കട്ടെ അല്ലേ? ഇനി എനിക്ക് ഇന്നും പണിയുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ ഞാൻ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അവന്മാർ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കട്ടെ അല്ലേ? അപ്പോൾ ചേട്ടായിമാരെ നമ്മൾക്ക് ഇന്നും പണിയാണ്. കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൂണോനെ കൊണ്ട് ഭയങ്കര ശല്യം. പിത്തന എന്താ അത് എന്നാ ഭയങ്കര ശല്യം. അവന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശല്യത്തിൽ ഒരേ കത്താട്. അപ്പോൾ നമുക്ക് ഇന്നും കുറച്ച് പണിയുണ്ട്. എന്താ വെച്ചാൽ ഇന്ന് ഹോസ്പിറ്റലായിട്ട് കുറച്ച് ചിറ്റി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചിന് പനി മാറിയിട്ടില്ല വീണ്ടും. അപ്പോൾ ഇന്നും പോകാനുള്ള പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഇവന്മാരെ കൊണ്ടുവന്നിട്ട് ഇവന്മാർക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ പോട്ടെ എന്ന് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്ക് സമയം ഒരുപാട് വൈകും. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ കൊടുക്കാമെന്ന്, രാവിലെ കടയ്ക്ക് പോയി കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഹോസ്പിറ്റലായിട്ട് പോട്ടെ. ഇവന്മാർ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചുളുവിൽ കിട്ടിയപ്പോൾ മേടിച്ച 3 താറാക്കുട്ടികളാണ് ഇട്ടത്. അപ്പോൾ ഇവന്മാർ തൽക്കാലം ഭക്ഷണമൊക്കെ വെച്ച് സുന്ദരക്കുട്ടന്മാരായിട്ട് ഇരിക്കട്ടെ. ബാക്കി നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം. എന്നാൽ പിന്നെ ഓക്കെ ബൈ.